നമസ്കാരം. ഞാൻ ഡോക്ടർ അൻഷി അലക്സ്, പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. ഞാൻ ഡോക്ടർ അലാന കെ സക്കീർ, പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ പെരുവ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സന്ധിവാതത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പലരിലും മുട്ടുവേദന, കഴുത്തുവേദന, നടുവേദന ഇതെല്ലാം പ്രധാനമായി കണ്ടുവരുന്നൊരു രോഗലക്ഷണമാണ്. ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഈ സന്ധിവാതം എന്ന രോഗം പലരെയും അഫക്റ്റ് ചെയ്യുന്നത്. ഈ സന്ധിവാതത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഇതിലെ പ്രധാനമായി ബാധിക്കപ്പെടുന്ന സന്ധി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സന്ധി എന്ന് പറയുന്നത് രണ്ട് അസ്ഥികളുടെ കൂടിച്ചേരലാണ്. ചലനമാണ് സന്ധിയുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് അസ്ഥികളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു സന്ധിയെ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തെന്ന് നോക്കാം. രണ്ട് സന്ധികളുടെ ഇടയ്ക്ക് അതിനെ സംരക്ഷിക്കാനായിട്ട് ആ ബോൺസിനെ കവർ ചെയ്തിരിക്കുന്ന ഇത് തരുണാസ്ഥിയാണ്, അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയും. ഈ തരുണാസ്ഥിക്ക് അതിൻ്റെ വഴുവഴുപ്പും അല്ലെങ്കിൽ അതിൻ്റെ ചലനം നടത്തുമ്പോൾ ആ മൂവ്മെൻറ്റിന് ഫ്രിക്ഷൻ ഇല്ലാതെ നടക്കാൻ സഹായിക്കുന്നത് സൈനോവിയൽ ഫ്ലൂയിഡാണ്. ഈ സന്ധിയെ കവർ ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിന് ആവശ്യമുള്ള ബലം കൊടുക്കുന്നത് ലിഗമെൻസും അതിന് പുറമെയുള്ള മസിൽ ലെയേഴ്സുമാണ്. ഒരു ചലനം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫിസിയോളജി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ആവശ്യമായ സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോകുമ്പോൾ ബ്രെയിൻ അതിനാവശ്യമായിട്ടുള്ള കെമിക്കൽസും സിഗ്നൽസും നെർവ്സ് വഴി ഒരു സന്ധിയിലോട്ട് കടത്തിവിടുന്നു. അന്നേരം അതിന് ചുറ്റുമുള്ള ലിഗമെൻസും മസിൽസും ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ഒരു സന്ധിയുടെ ഫങ്ഷൻ നടക്കുന്നത്. ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സന്ധി എങ്ങനെയാണ് ഒരു രോഗാവസ്ഥയിലോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് സന്ധി, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോശങ്ങൾ ഇവ എഫക്റ്റ് ആകുമ്പോഴാണ് സന്ധിവാതം എന്നൊരു അവസ്ഥയിലോട്ട് പോകുന്നത്. ഇതിന് പ്രധാനമായും 3 നിദാന കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന്, അമിതമായിട്ടുള്ള സന്ധികളുടെ ഉപയോഗം, അധികമായി വ്യായാമം ചെയ്യുന്നത്, അധികമായി അധ്വാനം ചെയ്യുന്നത്, അങ്ങനെയുള്ള അതിപ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്നത് ആദ്യത്തേത്. രണ്ടാമതായി നമ്മൾ പറയുന്നത് മിഥ്യാ ഉപയോഗം. ഒരു സന്ധി നമ്മൾ വ്യായാമങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ മിഥ്യായോഗങ്ങൾ വഴി സന്ധി അഫക്റ്റ് ആകുമ്പോൾ അത് രണ്ടാമത്തെ കാരണം. മൂന്നാമതായി പറയുന്നത് ഉപയോഗം ഇല്ലാതിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ കാലത്ത് സെഡൻറ്ററി ലൈഫാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതായത് അനക്കങ്ങളില്ല, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ, ഇതിലാണ് എല്ലാവരും ജോലി നോക്കുന്നതും. അല്ലാത്ത ആക്ടിവിറ്റീസും, വേറെ ഒരു ആക്ടിവിറ്റീസും അവർക്കില്ല, എല്ലാം ഇതിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സന്ധികളിൽ അനക്കം തട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സന്ധിവാതം. നാലാമതായി പറയുന്നത് അഭിഘാതജമായ കാരണങ്ങൾ. അതായത് സന്ധികളിലുണ്ടാകുന്ന ചതവോ മുറിവുകളോ ഇതൊന്നും നമ്മൾ ചികിത്സിക്കാതെ ഇരിക്കുന്നത് മൂലം സന്ധിവാതം എന്നൊരവസ്ഥയിലോട്ട് പോകാവുന്നതാണ്. നമുക്കൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് രോഗികൾ പലവിധ ക്ലിനിക്കൽ പ്രസൻറ്റേഷനും കൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 വിധത്തിലാണ് ഈ അവർ പറയുന്ന ലക്ഷണങ്ങളെ ബേസ് ചെയ്ത് സന്ധിവാതത്തെ തരംതിരിക്കുന്നത്. 3 എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഗൗട്ട് ആർത്രൈറ്റിസ് എന്നുള്ളതാണ്. അതിലാദ്യമായി നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണെന്ന് നോക്കുമ്പോൾ കൂടുതലായും അത് കാണുന്നത് തേയ്മാനം മൂലം സംഭവിക്കുന്നു എന്നതാണ്. അതും പ്രായമായവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇല്ലെങ്കിൽ അമിതമായിട്ട് വണ്ണം ഉണ്ടായിട്ട് ആ സന്ധികൾക്ക് തേയ്മാനം സംഭവിക്കുന്നു, അമിതമായിട്ട് ഉപയോഗം മൂലം ആ സന്ധികൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ അതുമൂലം തേയ്മാനം സംഭവിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരു സന്ധികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കാർട്ടിലേജിൻ്റെ അല്ലെങ്കിൽ തരുണാസ്ഥിയുടെ ദ്രവിച്ചു പോകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസിനെ പറ്റി ചിന്തിക്കുമ്പോൾ രക്തത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് അത് വളരെ വർദ്ധിക്കുമ്പോൾ ഇവ പോയി നമ്മുടെ സന്ധികളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പോയി അടിഞ്ഞുകൂടിയിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഗൗട്ടി ആർത്രൈറ്റിസിൽ പറയുന്നു. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ നീര് വീഴ്ച, നല്ല കുത്തിക്കീറുന്ന പോലത്തെ വേദന, ചൂടുണ്ടാകുക ആ ഭാഗത്ത്, ഇതൊക്കെയാണ് പ്രധാനമായി കാണുന്ന ലക്ഷണങ്ങൾ. നമ്മൾ ആഹാരത്തിൻ്റെ അകത്ത് ബീഫ് പോലത്തെ റെഡ് മീറ്റുകൾ ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒത്തിരി പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഷെൽഫിഷ്, കക്ക പോലത്തെ സാധനങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഇത് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് വേറൊരു വകഭേദമായിട്ടുള്ള റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. അതിന് ആമവാദം എന്ന്
ആയുർവേദത്തിൽ പറയുന്നു. പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ എണീക്കുമ്പോഴുള്ള ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. എന്ന് വെച്ചാൽ സന്ധികളെ ചലിപ്പിക്കാനുള്ള കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ജോയിൻസും എന്തോ മരക്കട്ട പോലെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. വളരെ കുറച്ച് നേരം ഇരുന്ന് എണീറ്റ് നടന്നതിന് ശേഷമായിരിക്കും സന്ധികൾക്ക് ഒരു അയവ് വരുന്നത്. അതുപോലെ തന്നെ നല്ല തീവ്രമായ വേദന ഉണ്ടായിരിക്കും, നീരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൊണ്ടായിരിക്കും ആമവാദത്തിൻ്റെ പേഷ്യൻസ് കൂടുതലായിട്ടും വരുന്നത്. ആമവാദത്തിൽ തന്നെ 2 വിധത്തിൽ നമുക്ക് ക്ലിനിക്കലി നമുക്ക് പേഷ്യൻസിനെ കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും കൂടുതലായിട്ട് നമ്മൾ അവരെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ രക്തപരിശോധന നടത്തുമ്പോൾ RA ഫാക്ടർ എന്ന ഘടകം ഉള്ളവരും ഇല്ലാത്തവരുമായിട്ട് ആമാവാദത്തിൻ്റെ രോഗികളെ നമുക്ക് തരംതിരിച്ച് കാണാൻ സാധിക്കുന്നതാണ്. കൂടുതലായിട്ട് ഈ RA ഫാക്ടർ ഉള്ളവരിലായിരിക്കും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായി കാണുന്നതും കൂടുതൽ പ്രോഗ്രസ് ആകുന്നതും. ഫാസ്റ്റ് പ്രോഗ്രസ് ആയിരിക്കും. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ അവരുടെ സിംറ്റംസ് കൂടി അവരുടെ ജീവിതചര്യകൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന രോഗികളുമുണ്ട്. അതുപോലെ കിടപ്പിലാകുന്ന രോഗികളുണ്ട്. അതേ സമയത്ത് RA ഫാക്ടർ നെഗറ്റീവ് ആവുന്ന പേഷ്യൻസിൽ അല്ലെങ്കിൽ ആ RA ഫാക്ടർ ഇല്ല എന്ന് കാണിക്കുന്ന ബ്ലഡ് റിപ്പോർട്ടും കൊണ്ട് വരുന്ന പേഷ്യൻസിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ ആ ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ആ അടുത്തടുത്ത തീവ്രമായ രീതിയിലോട്ട് പോകുന്ന ആ ഒരു കാലയളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസിനെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 3 തരത്തിൽ സന്ധിവാതം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ തരംതിരിച്ച് കാണാൻ എന്തെങ്കിലും ഒരു വഴികൾ വേണം. അതിനാണ് നമ്മൾ പ്രധാനമായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് യൂസ് ചെയ്യുന്നത്. ആദ്യമായി പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കേസസിലാണെങ്കിൽ നമ്മളെ കൂടുതൽ സഹായിക്കുന്നത് എക്സ്റേ എടുക്കുന്നതായിരിക്കും. ആ എക്സ്റേ എടുക്കുമ്പോൾ അസ്ഥികളുടെ തേയ്മാനവും അതിനോടൊപ്പം തന്നെ അതിൻ്റെ പരിണത ഫലമായിട്ട് അസ്ഥികളിൽ പറ്റിപ്പിടിക്കുന്ന ഓസ്റ്റിയോഫൈറ്റ്സുകളെയും കാണുമ്പോൾ നമുക്കത് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന സന്ധിവാതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം പറഞ്ഞ ആമവാദത്തിൻ്റെ കേസിലോട്ട് വരുമ്പോഴാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആണ് കൂടുതൽ നമുക്ക് സഹായകമാകുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ESRൻ്റെ അളവ്, അതുപോലെ RA ഫാക്ടറിൻ്റെ അളവ്, പിന്നെ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള CCPയുടെ അളവ്, ഇതിൻ്റെയൊക്കെ അളവ് നോക്കി CRP എന്ന പ്രോട്ടീൻ്റെ അളവ്, ഇതിൻ്റെയൊക്കെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ നിശ്ചയിക്കുന്നത് വന്ന രോഗിക്ക് ആമവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സന്ധിവാദം എന്ന് പറയുന്നത് ഒരു ഏജ്ഡ് അല്ലെങ്കിൽ പ്രായമായവരിൽ മാത്രമല്ല ഇന്ന് കാണുന്നത്. ചെറുപ്പക്കാരിൽ പോലും ഇന്ന് പലരും ആമവാദത്തിനും അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടീഷനും വരെ ചികിത്സ തേടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് അവരുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ഒരു വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു ആവശ്യകത മുന്നോട്ട് നിർത്തി പല ഇൻഫ്ലുവൻസേഴ്സും കൊണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ശരിയാവണമെന്നുമില്ല. അതിനെക്കുറിച്ച് ശരിയായ അവബോധം ഉണ്ടാകാതെ അതിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരിൽ പോലും കാലക്രമേണ വരേണ്ട അസുഖങ്ങൾ നേരത്തെ തന്നെ വന്ന് ഭവിക്കുന്നുണ്ട്. പൊതുവായിട്ട് നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ഇല്ലെങ്കിൽ ആഹാരം അധികമായിട്ട് കഴിച്ചോ ഓവർ വെയ്റ്റ് ആകുന്നു. ആ ഓവർ വെയ്റ്റ് നമുക്ക് കൂടുതലായിട്ടും താങ്ങുന്നത് എവിടെയാണ്? മുട്ടുകളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തികളിലും മുട്ടുവേദന ഇത് തന്നെ ഒരു സന്ധിവാതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓവർ വെയ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ അസ്ഥികൾക്ക് തേയ്മാനം സംഭവിക്കാനും അല്ലെങ്കിൽ ആ തരുണാസ്ഥി ദ്രവിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് പോഷകാഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നത്, കാൽഷ്യത്തിൻ്റെ കുറവ്, മഗ്നീഷ്യത്തിൻ്റെ കുറവ്, ഇതൊക്കെ ഇപ്പോൾ യുവാക്കളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം. അത് സന്ധിവാതത്തിന് ഒരു കാരണമാണ്. അതുപോലെയുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള മിഥ്യയായിട്ടുള്ള വ്യായാമ രീതികൾ, യോഗ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്ത വരുന്നത് കൊണ്ട് കാലക്രമേണ ഇതിലോട്ട് വന്ന് ചേരുന്നതാണ്, സന്ധിവാതത്തിലോട്ട് പോകുന്നതാണ്. സന്ധിവാതത്തിൻ്റെ ചികിത്സയിലോട്ട് പോകുമ്പോൾ പൊതുവായിട്ട് എല്ലാ സന്ധിവാതങ്ങളിലും ഒരു ആമാവസ്ഥ അല്ലെങ്കിൽ നിരാമാവസ്ഥ ഉണ്ടാകും. ഈ ആമാവസ്ഥ നിരാമാവസ്ഥയാണോ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. ആമാവസ്ഥയിലുള്ള ഒരു സന്ധിവാതത്തിലാണെങ്കിൽ അവിടെ നീര് കൂടുതലുണ്ടാകും, ESRൻ്റെ വാല്യൂ കൂടുതലായിരിക്കും.
ഇതില്ലാത്ത അവസ്ഥയിൽ അത് നിരാമാവസ്ഥയാണ്. ആമാവസ്ഥയിൽ നമ്മൾ ചികിത്സ ആയിരിക്കില്ല നിരാമാവസ്ഥയിലുള്ള ചികിത്സ. ആമാവസ്ഥയിൽ ആയുർവേദ പ്രകാരം നമ്മൾ ചികിത്സ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ രൂക്ഷണ ചികിത്സയാണ്. രൂക്ഷണ ചികിത്സയിൽ പ്രധാനമായി ലേപനങ്ങൾ, ധാരകൾ, ഇങ്ങനത്തെ പൊടിക്കിഴികൾ ഇവയാണ് നമ്മൾ പ്രധാനമായിട്ട് ആമാവസ്ഥയിൽ ആ ആമത്തിനെ പാചനം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത നിരാമാവസ്ഥയിലോട്ട് കടത്തിയിട്ട് ചികിത്സ ചെയ്യാൻ പറ്റുമോ. ആമാവസ്ഥയിൽ നിന്ന് മാറി നിരാമാവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സാ ക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. കൂടുതലായിട്ടും കഷായങ്ങൾ, ചൂർണങ്ങൾ, ഇല്ലെങ്കിൽ ഗുളികകൾ, അതുപോലെ തന്നെ ഇലക്കിഴി, സന്ധികളെ ചുറ്റിയുള്ള മസിൽസിനെ ബലപ്പെടുത്തുന്നതിനുള്ള ഞവരക്കിഴി, ഇങ്ങനെ തുടങ്ങിയ ചികിത്സാ രീതികളാണ് കൂടുതലായിട്ടും സ്വീകരിക്കുന്നത്. പിന്നെ നമ്മൾ തേയ്മാനം മൂലം ഉണ്ടാകുന്ന സന്ധിവാതത്തിൻ്റെയൊക്കെ ഒരു കേസുകൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഫ്ലൂയിഡ് കണ്ടന്റ് കൂട്ടുക എന്നതാണ് ചികിത്സയുടെ മുഖ്യ എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വസ്തി പോലത്തെ എന്ന് പറയുമ്പോൾ അവിടെ ആ ഓയിലിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ചില ചികിത്സാ മുറകളുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഉപനാഹം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനത്തെ ചികിത്സാ രീതികൾ കൊണ്ട് നമ്മൾ ആ ലക്ഷണങ്ങളെ അല്ലെങ്കിൽ ആ രോഗത്തെ തന്നെ കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതെ തടുക്കാൻ സഹായിക്കും. ഇതിനൊപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മുടെ ആഹാര രീതികളും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുള്ള എക്സസൈസുകളുമാണ് സ്വീകരിക്കേണ്ടത്. ഏതൊരു സന്ധിവാത കേസ് എടുത്താലും നമ്മൾ തീർച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിത്യം ഒരു ലഘു വ്യായാമം വേണം എന്നുള്ളതാണ്. ആ വേദനയുണ്ട് ഇല്ലെങ്കിൽ അവിടെ നീരുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. ആ ജോയിൻസിന് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് വഴിയാണ്. കാരണം ജോയിൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ മൂവ്മെൻറ്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ അഗ്രവേറ്റ് ആകുന്നതും അതുപോലെ തന്നെ ജോയിൻസിൻ്റെ ആ തേയ്മാനം കൂടുന്നതും. നമ്മൾ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ആ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ കൂടിയും അത് ചുറ്റിനും ആ ജോയിൻസ് മൊത്തത്തിൽ പോയി എത്തുന്നതിന് സഹായിക്കുന്നതാണ്. കൂടുതലായിട്ട് ഒരു സ്ട്രെയിൻ ആയിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് ഒരിക്കലുമില്ല. ചെറിയൊരു വാക്കിംഗ് ആവാം, ഒരു ചെറിയ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ പോലത്തെ സ്ട്രെച്ചിങ് എക്സസൈസുകളാകാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള യോഗകളാകാം. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഡെയിലി ലൈഫിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ചെയ്യുന്നത് ഈ സന്ധിവാതത്തെ കൂടുതൽ അഗ്രവേറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് തടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വ്യായാമത്തോടൊപ്പം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് നമ്മുടെ ആഹാര ശീലങ്ങളാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, ആ കഴിക്കുന്ന ആഹാരം പോഷക മൂല്യമുള്ളതാണെന്ന് ഉറപ്പാക്കുക. അതുപോലെ ഇന്ന് സന്ധിവാതത്തിന് എയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന ഒരു കാര്യം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. കാരണം നമ്മുടെ കാൽഷ്യം മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിൻ ഡി ഇന്ന് കൂടുതൽ ആരും വെയിൽ കൊള്ളാതെ AC റൂമുകളിൽ ഇരുന്ന് അല്ലെങ്കിൽ പുറത്തോട്ട് അധികം പോവാത്തത് മൂലം പലർക്കും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ആ കാരണം കൊണ്ട് തന്നെ സന്ധികളുടെ ഈ തേയ്മാനം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ദിവസം ഒരു 10 മണിക്ക് മുമ്പുള്ള വെയിലോ ഇല്ലെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമുള്ള ഒരു വെയിലോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും കൊള്ളുന്നത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് തീരെ സാധ്യമല്ലാത്ത അവസ്ഥകളാണെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ, അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു 6 മന്ത്സ് തണുപ്പായിരിക്കും, 6 മന്ത്സ് ആയിരിക്കും ഒരു ചൂട് അല്ലെങ്കിൽ വെയിലുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കുട്ടികളിൽ ഇന്ന് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലായിട്ട് വരുന്നതും അവർക്ക് ആ ചെറു പ്രായത്തിൽ തന്നെ ജോയിൻറ്റ് പെയിൻസ് വരുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ്സ് കൂടെ എടുക്കുക എന്നുകൂടി ഉണ്ട്. അതുപോലെ തന്നെ പറ്റുന്ന രീതിക്ക് വെയിൽ കൊള്ളുക. സന്ധിവാതം പോലത്തെ രോഗങ്ങൾ ചികിത്സിക്കാതെ ഇരിക്കുന്നത് മൂലം അത് രോഗത്തിൻ്റെ മൂർച്ഛിത അവസ്ഥയിലോട്ട് എത്തിയിട്ട് പല രീതിയിലുള്ള രൂപമാറ്റങ്ങൾ അല്ലെങ്കിൽ ഡീഫോമിറ്റികൾ ഉണ്ടാകാറുണ്ട്. പ്രധാനമായി ആമവാദം പോലത്തെ അവസ്ഥയിലാണ് നമ്മളിത് കാണുന്നത്. അത് തുടക്കാവസ്ഥയിൽ ചികിത്സിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അസുഖം വളരെ മൂർച്ഛിച്ച് ചെറിയ ചെറിയ ജോയിൻറ്റുകൾ, കാലിലെ കൈകളിലെ ചെറിയ ചെറിയ സന്ധികളിൽ പല രീതിയിലുള്ള ഡീഫോമിറ്റികൾ ഉണ്ടാകുന്നു. അത് പിന്നെയും രോഗത്തെ മൂർച്ഛിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു രോഗമാണെങ്കിലും തുടക്കത്തിലെ ലക്ഷണങ്ങളിൽ തന്നെ അത് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സാ സഹായം തേടേണ്ടതാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജോയിൻസിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ക്ഷതമായിരിക്കാം. അതും ക്ഷതം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരി ആ
നടന്ന സമയത്ത് കൃത്യമായ ചികിത്സ എടുക്കാത്തതാണ് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്. കൃത്യസമയത്ത് ചികിത്സിക്കാതെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഉള്ള ആ സ്ട്രക്ചേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ കൂടുതൽ കാലയളവിലേക്ക് പോകുമ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പലവിധ ജോയിൻറ്റ് പെയിൻസ് ആയിട്ടും ഇല്ലെങ്കിൽ സന്ധിവാതത്തിൻ്റെ ഒരു ഇനിഷ്യൽസ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടും നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വീഴ്ച ഉണ്ടായാലും സ്വയമേ ചികിത്സിക്കാതെ അല്ലെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ അതിലെന്തെങ്കിലും വേദന, നീര് അല്ലെങ്കിൽ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് അതിനൊരു ഇമ്മൊബിലൈസേഷൻ അല്ലെങ്കിൽ അനക്കാതെ വെച്ച് അതിനെ സംരക്ഷിച്ച് അതിന് വേണ്ടുന്ന ഒരു ഹീലിംഗ് ടൈം കൊടുക്കണം. അത് കൊടുത്ത് അത് പൂർവാവസ്ഥയിൽ എത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ ജോയിൻറ്റിനെ പിന്നീട് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക.